അരിവാൾ ചുറ്റിക നക്ഷത്രവും അരിവാൾ നെൽക്കതിരും പ്രഥമ ദൃഷ്ടിയാൽ അകൽച്ചയിലാണെങ്കിലും അവർ തമ്മിലുള്ള അന്തർധാര സജീവമാണ്. നമസ്കാരം, പെൻ ബ്ലോഗ് മലയാളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇർഷാദ് വരക്കാർ. വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് ഇന്ന് സംസാരിക്കുന്നത് എന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഇതത്ര പ്രധാനപ്പെട്ടതല്ല. എന്നിരുന്നാലും നമ്മൾ മലയാളികൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. CPIയും CPIMും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കുറച്ചുകൂടി ലളിതമായി പറയുകയാണെന്നുണ്ടെങ്കിൽ അരിവാൾ ചുറ്റിക നക്ഷത്രവും അരിവാൾ നെൽക്കതിരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ വിഷയം പറയുന്നതിന് മുൻപായിട്ട് ഒരു ചെറിയ കാര്യം ഞാൻ സൂചിപ്പിക്കാം. ഈ രണ്ട് പാർട്ടികളും, CPIയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയും CPIMും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും രണ്ടും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാണ്. പക്ഷേ നമ്മളൊരിക്കലും ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ മാത്രമാണ് ഈ ഒരു മാർക്സിസ്റ്റ് ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത് എന്ന് വിചാരിക്കരുത്. ഇന്ത്യയിൽ 8ഓളം രാഷ്ട്രീയ പാർട്ടികൾ ചെറുതും വലുതുമായ രൂപത്തിൽ ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങളെയും ചട്ടങ്ങളെയും ജനാധിപത്യ സംവിധാനങ്ങളെയും അംഗീകരിച്ചും അംഗീകരിക്കാതെയും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ചെറുതും വലുതുമായ രൂപത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് CPIയും CPIMും ബീഹാറിലൊക്കെ സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന CPIML എന്ന് പറയുന്ന മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് എന്നാണ് ഈ MLൻ്റെ ഫുൾ ഫോം. അപ്പോൾ ഈ പാർട്ടിയൊക്കെ ജനാധിപത്യ സംവിധാനങ്ങളെയൊക്കെ അംഗീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാവോയിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പും അതുപോലെ തന്നെ പീപ്പിൾസ് ലിബറേഷൻ എന്ന് പറയുന്ന ഗ്രൂപ്പും ഒക്കെ ഗവൺമെൻറ് ചട്ടങ്ങളെയോ നിയമങ്ങളെയോ ഈ ജനാധിപത്യ സംവിധാനത്തെ തന്നെയോ അംഗീകരിക്കാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടികളാണ്. വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് അതിൻ്റെ ചരിത്രത്തിലേക്ക് ഇറങ്ങേണ്ടതുണ്ട്. 1920 MN റോയി, അബാനി മുഖർജി തുടങ്ങിയ വളരെ പ്രമുഖരായ രണ്ട് വ്യക്തിത്വങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ CPI എന്ന് പറയുന്ന ഈ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകുന്നത്. ഈ ഒരു പാർട്ടി തുടങ്ങുമ്പോൾ ഇവരുടെ പ്രഖ്യാപിത ലക്ഷ്യം ഇന്ത്യയിൽ കമ്മ്യൂണിസം വളർത്തുക, അതായത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് ആശയങ്ങൾ ഇന്ത്യയിൽ പ്രചരിപ്പിക്കുക, അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ തൊഴിലാളികൾക്കും കർഷകർക്കും അവരുടെ അവകാശങ്ങൾ നേടിക്കൊടുക്കുക. ഇങ്ങനെ രണ്ട് ലക്ഷ്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ രണ്ടുപേർക്കുണ്ടായിരുന്നത്. അപ്പോൾ ഇത് സ്വാതന്ത്ര്യത്തിന് മുൻപാണ്, 1920 ഈ ഒരു പാർട്ടി രൂപീകരിക്കപ്പെടുന്നത്. അതിനുശേഷം പല തരത്തിലുള്ള ക്രൂരതകൾക്ക് ഇരയാവേണ്ടി വന്ന ഒരു വിഭാഗമായിരുന്നു യഥാർത്ഥത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകർ. വളരെ ക്രൂരമായിട്ടാണ് ഈ ബ്രിട്ടീഷ് ഗവൺമെൻറ് CPI പ്രവർത്തകരെ വരവേറ്റത്. അവരെ നിരന്തരം മർദ്ദിക്കുകയും ജയിലിലടക്കുകയും അവരെ യാതൊരു വിചാരണയും കൂടാതെ കൊന്നു തള്ളുക വരെ ചെയ്തിട്ടുണ്ട്. പലതരത്തിലുള്ള പ്രശ്നങ്ങളും സമരങ്ങൾക്കിടയിൽ അതൊക്കെ ഇങ്ങനെ നടന്നുപോയി. അങ്ങനെ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ ഒരിക്കലും സ്വതന്ത്രരായിരുന്നില്ല. എങ്ങനെയാണോ ബ്രിട്ടീഷുകാർ ഇവരെ ക്രൂരമായി മർദ്ദിച്ചത്, അതിലും ക്രൂരമായിട്ടാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഗവൺമെൻറ് CPIക്കാരെ അല്ലെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരെ എതിരേറ്റത്. പലരും പല രൂപത്തിലും മരണപ്പെടുകയും ചെയ്തു. സത്യത്തിൽ ഈ കോൺഗ്രസിൻ്റെ പോലീസ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകരെ തെരഞ്ഞു പിടിച്ചു കൊല്ലുന്ന ഒരു കാഴ്ചയാണ് ഈ 1947 ശേഷം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ഒരു ഭാഗത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒരുപാട് സംഭവ വികാസങ്ങൾ അതിനുശേഷം ഈ പാർട്ടിക്കകത്ത് തന്നെ സംഭവിക്കുകയാണ്. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ CPI എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ ആദ്യത്തെ പിളർപ്പ് സംഭവിക്കുന്നത്. അന്നത്തെ പാർട്ടിയുടെ നേതാവായിരുന്ന അജയ് ഘോഷ് വളരെ പ്രമുഖനായ ഒരു നേതാവായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം പാർട്ടിയുടെ മുഴുവൻ കാര്യങ്ങളിലും പലതരത്തിലുള്ള എതിരഭിപ്രായങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. അതായത് പാർട്ടിയുടെ ചെറിയ കാര്യങ്ങൾ, ഒരു മെമ്പർഷിപ്പ് മുതൽ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണകൂടത്തിൻ്റെ കാര്യത്തിൽ വരെ ഈ പാർട്ടിക്കകത്ത് തന്നെ പലതരത്തിലുള്ള ഭിന്ന അഭിപ്രായങ്ങൾ രൂപപ്പെടാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായി രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ പാർട്ടിക്കുള്ളിൽ തന്നെ, അതായത് ഇടതുപക്ഷ പാർട്ടിയായ CPIക്കുള്ളിൽ തന്നെ ഒരു ഇടത് വലത് വിഭാഗങ്ങൾ രൂപീകരിക്കപ്പെട്ടു. അത് പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്കും കാരണമായി എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെയും പറയുന്നത്. അപ്പോൾ ഇടത് വലത് എങ്ങനെയാണ് ഇടതുപക്ഷത്തിനുള്ളിൽ രൂപീകരിക്കപ്പെടുന്നത്? അത് അഭിപ്രായങ്ങൾ കൊണ്ടാണ്, അവരുടെ ആശയങ്ങൾ കൊണ്ടാണ്. ഇപ്പോൾ
ഇടത് വലതും തമ്മിലുള്ള വ്യത്യാസം അറിയില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം, നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യാവുന്നതാണ്. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ഒരു വിഷയമാണ്, ചില തിയറികളെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് പറയേണ്ട ഒരു വിഷയമാണ്, അത് ഞാനിപ്പോൾ പറയുന്നില്ല. അപ്പോൾ എന്താണ് ഈ ഇടത് വലത് പാർട്ടിക്കുള്ളിൽ തന്നെ രൂപീകരിക്കാനുള്ള കാരണം എന്നുള്ളത് ചോദിച്ചാൽ, ഈ പാർട്ടിക്കുള്ളിലുള്ള ഒരു വിഭാഗം അഭിപ്രായപ്പെട്ടു നമ്മൾ അനുസരിക്കേണ്ടത്, പിൻപറ്റേണ്ടത് ചൈനയുടെ വിപ്ലവ രീതികളാണ്. ഈ വിഭാഗം ഇടതുപക്ഷം എന്ന രൂപത്തിൽ അറിയപ്പെട്ടു. അതായത് ഇടതുപക്ഷ പാർട്ടിയായ CPIക്കുള്ളിലെ ഇടതുപക്ഷം എന്ന രൂപത്തിൽ പേരിൽ അറിയപ്പെട്ടു. മറ്റൊരു വിഭാഗം അഭിപ്രായപ്പെട്ടത് നമ്മൾ സോവിയറ്റ് യൂണിയൻ്റെ അഭിപ്രായങ്ങളെ, വിപ്ലവ രീതിയെയാണ് പിന്തുടരേണ്ടത്. അപ്പോൾ ആ ഒരു വിഭാഗത്തിനെ വലതുപക്ഷ പാർട്ടിയായിട്ട്, അതായത് CPIക്കുള്ളിലെ തന്നെ വലതുപക്ഷമായിട്ടും ചിത്രീകരിക്കപ്പെട്ടു. പിന്നീട് അങ്ങോട്ട് അഭിപ്രായ വ്യത്യാസങ്ങളുടെ ഘോഷയാത്രയാണ്. പല തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, ഏറ്റവും ചെറിയ കാര്യം മുതൽ വലിയ കാര്യത്തിൽ വരെ അഭിപ്രായ വ്യത്യാസങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതൊക്കെയാണ്. ഒന്നാമത്തേത്, ചൈനയെ പിന്തുടരണോ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനെ പിന്തുടരണോ? ഇടതുപക്ഷം പറഞ്ഞു നമുക്ക് ചൈനയെ പിന്തുടരണം, വലതുപക്ഷം പറഞ്ഞു നമുക്ക് സോവിയറ്റ് യൂണിയനെ പിന്തുടരണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ അഭിപ്രായ വ്യത്യാസം. പ്രധാനപ്പെട്ട രണ്ടാമത്തെ അഭിപ്രായ വ്യത്യാസം ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു വിഭാഗം, അതിലെ ഇടതുപക്ഷം അഭിപ്രായപ്പെട്ടത് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് വൻകിട ബൂർഷ്വാസിയാണ്. അതായത് കോൺഗ്രസ് പാർട്ടിയുടെ കീഴിലാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഭരണം നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു വൻകിട ബൂർഷ്വാസികൾ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടമാണ്. അതുകൊണ്ട് ആ ഭരണകൂടത്തെ എത്രയും പെട്ടെന്ന് താഴെ ഇറക്കണമെന്ന് ഈ ഇടതുപക്ഷം പാർട്ടിക്കുള്ളിലെ CPIക്കുള്ളിലെ ഇടതുപക്ഷം അഭിപ്രായപ്പെട്ടപ്പോൾ വലതുപക്ഷം പറഞ്ഞത് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വൻകിട ബൂർഷ്വാസിയല്ല, ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ദേശീയ ബൂർഷ്വാസിയാണ്. അതുകൊണ്ട് ദേശീയ ബൂർഷ്വാസിയെ അത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് അടിച്ചിറക്കേണ്ട ആവശ്യമില്ല എന്നാണ് വലതുപക്ഷം അഭിപ്രായപ്പെട്ടത്. അതാണ് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അഭിപ്രായ വ്യത്യാസം. ഇനി ഒരു കാര്യത്തിൽ, അതായത് ഒരു പ്രധാനപ്പെട്ട വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ തുടർന്നുള്ള വിഷയങ്ങളിലും ഇതേ അഭിപ്രായ വ്യത്യാസം തന്നെ സംഭവിക്കുക സ്വാഭാവികമാണ്. അത് കമ്മ്യൂണിസത്തിൽ മാത്രമല്ല, മറ്റു പല പ്രധാനപ്പെട്ട വിഷയങ്ങളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ തുടർന്നുള്ള ചർച്ചകളിലും, അതായത് ഇവിടെ ആരാണ് ബൂർഷ്വാസി എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസം സംഭവിച്ചു. ഇനി രണ്ടാമത്തേത്, ഈ ബൂർഷ്വാസികൾക്കെതിരായി നടക്കേണ്ട വിപ്ലവത്തിന് ആരാണ് നേതൃത്വം നൽകേണ്ടത് എന്നൊരു ചർച്ച നടക്കുന്നു. ആ ചർച്ചയിലും പലതരത്തിലുള്ള എതിരഭിപ്രായങ്ങൾ ഉണ്ടാകുന്നു. ആ ചർച്ചയിൽ ഇടതുപക്ഷം പറഞ്ഞത് ഇവിടെ നമ്മുടെ പാർട്ടി പ്രതിനിധീകരിക്കുന്നത് കർഷകരെയും തൊഴിലാളികളെയുമാണ്. അതുകൊണ്ട് കർഷകരും തൊഴിലാളികളും നേതൃത്വം നൽകുന്ന ഒരു ജനകീയ ജനാധിപത്യ വിപ്ലവമാണ് ഇന്ത്യയിൽ നടക്കേണ്ടത് എന്ന് ഈ CPIക്കുള്ളിലെ ഇടതുപക്ഷം അഭിപ്രായപ്പെട്ടപ്പോൾ വലതുപക്ഷം പറഞ്ഞത് ഇവിടെ ഒരു ജനകീയ ജനാധിപത്യമല്ല നടക്കേണ്ടത്, ദേശീയ ജനാധിപത്യമാണ് നടക്കേണ്ടത്. ഈ ദേശീയ ജനാധിപത്യത്തിന് നേതൃത്വം നൽകുന്നത് യഥാർത്ഥത്തിൽ ദേശീയ ബൂർഷ്വാസികളാണ്, അവരെ പിന്തുണക്കുന്ന കർഷകരാണ്. ഇത് മൂന്നാമത്തെ അഭിപ്രായ വ്യത്യാസമാണ്. നാലാമത്തേതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഭിപ്രായ വ്യത്യാസം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം വിപ്ലവാനന്തരം ഈ രാജ്യം ഭരിക്കേണ്ടത്, രാജ്യത്തിൻ്റെ ഭരണത്തിന് നേതൃത്വം നൽകേണ്ടത് ആരാണ് എന്നുള്ള ആ ഒരു ചർച്ച. അതിന് ഇടതുപക്ഷം, ഈ CPIക്കുള്ളിലെ ഇടതുപക്ഷം പറഞ്ഞത് സ്വാഭാവികമായിട്ടും കർഷകരും തൊഴിലാളികളുമാണ് വിപ്ലവത്തിന് നേതൃത്വം നൽകുന്നത്. അതുകൊണ്ട് തന്നെ കർഷകരുടെയും തൊഴിലാളികളുടെയും നേതൃത്വത്തിലുള്ള ഒരു ജനകീയ ജനാധിപത്യ ഗവൺമെൻറ്റിന് കീഴിലായിരിക്കും രാജ്യഭരണം ഉണ്ടാവുക എന്നാണ് ഈ CPIക്കുള്ളിലെ ഇടതുപക്ഷം അഭിപ്രായപ്പെട്ടത്. എന്നാൽ CPIക്കുള്ളിലെ വലതുപക്ഷം അഭിപ്രായപ്പെട്ടത് കർഷകരും തൊഴിലാളികളും പിന്തുണക്കുന്ന ഒരു ദേശീയ ബൂർഷ്വാസിയുടെ കീഴിലായിരിക്കും ഈ ഒരു രാജ്യഭരണം ഉണ്ടാവുക എന്നൊരു അഭിപ്രായമാണ് വലതുപക്ഷം മുന്നോട്ട് വെച്ചത്. യഥാർത്ഥത്തിൽ ഈ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഈ പാർട്ടി പിളരുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാകുന്നത്. 1964 നടന്ന CPIയുടെ ഒരു സമ്മേളനത്തിൽ ഇത്തരം എതിരഭിപ്രായങ്ങളെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് CPIക്കുള്ളിലെ ഇടതുപക്ഷത്തിലെ 32 പേർ, അതായത് ഈ CPIക്കുള്ളിലെ ഇടതുപക്ഷ സിദ്ധാന്തങ്ങളെ അംഗീകരിക്കുന്ന 32 പേര് ഇറങ്ങിപ്പോരുകയും അവർ പാർട്ടിക്ക് CPIM, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പേര് കൊടുക്കുകയും ചെയ്തു. ഇതാണ് ഈ പാർട്ടിക്കകത്തെ പിളർപ്പിന് കാരണമായത്. CPI എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് CPIM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ടാവുന്നത് ഇങ്ങനെയാണ്. പിളർപ്പിന് ശേഷം പലതരത്തിലുള്ള രാഷ്ട്രീയ നാടകങ്ങൾക്ക് നമ്മുടെ രാജ്യം സാക്ഷ്യം വഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അതായത് CPI ഒരു തവണ കോൺഗ്രസിനോടൊപ്പം ചേർന്ന് മത്സരിക്കുന്നു, ഒറ്റയ്ക്ക് മത്സരിക്കുന്നു. CPIM അതുപോലെ തന്നെ ഒറ്റയ്ക്ക് മത്സരിക്കുന്നു.
മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകളുടെ പിന്തുണയോട് കൂടിയിട്ട് മത്സരിക്കുന്നു. പക്ഷേ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലെല്ലാം തന്നെ പലതരത്തിലുള്ള തിരിച്ചടികളാണ് യഥാർത്ഥത്തിൽ ഈ ഒരു രണ്ടു പാർട്ടികൾക്കും രണ്ടു ചേരികളിൽ നിന്ന് പ്രവർത്തിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പാർട്ടിയെ LDF ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു മുന്നണിയായിട്ട് പിന്നീട് വരികയാണ്. യഥാർത്ഥത്തിൽ അന്നത്തെ പാർട്ടി 1964 ഈ ഒരു പിളർപ്പ് സംഭവിക്കുന്നത്. അന്ന് ചൈന അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ എന്നീ രണ്ട് അഭിപ്രായങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പിളർപ്പ് സംഭവിച്ചത് എങ്കിൽ ഇന്ന് അത്തരത്തിലുള്ള ആ ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ കാഴ്ചപ്പാടുകൾ തന്നെ മാറിമറിഞ്ഞു. അതിന് കാരണം ചൈനയുടെ രാഷ്ട്രീയ നിലപാടുകൾ മാറി. സോവിയറ്റ് യൂണിയൻ തീർത്തും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം എന്നതിൽ നിന്ന് മാറി ചിന്തിച്ചു. അവർ ഒരു മുതലാളിത്ത രാഷ്ട്രത്തിൻ്റെ രീതിശാസ്ത്രത്തിലേക്ക് കാലുവെച്ചു. അതുപോലെ തന്നെ ചൈന ഒരു പക്ക മുതലാളിത്ത രാഷ്ട്രം, അമേരിക്കയെയും അതുപോലെ തന്നെ ബ്രിട്ടനെയും ഫ്രാൻസിനെയും മറ്റേത് യൂറോപ്യൻ രാഷ്ട്രങ്ങളെയും കവച്ചു വെക്കുന്ന രൂപത്തിലുള്ള ഒരു മുന്നേറ്റം ചൈനയെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് അത്തരം പ്രശ്നങ്ങളുടെ പേരിൽ സംഭവിച്ച ആ ഒരു പിളർപ്പിന് പ്രസക്തി ഇല്ലാതാവുകയും ഇവർ നിരന്തരം പിളർപ്പിനെ ഇല്ലാതാക്കാനുള്ള ഒരു പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. എണ്ണത്തിൽ വളരെ കുറവാണ് എങ്കിൽ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെയും CPIM-ൻ്റെയും നേതൃത്വത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കർഷക സമരം ഉൾപ്പെടെയുള്ള സമരങ്ങൾ ഏറെ സ്വാഗതാർഹമായിട്ടുള്ള കാര്യം തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഈ വീഡിയോയുടെ ലക്ഷ്യം CPIM എന്ന ഒരു വ്യത്യാസം എന്താണ് എന്ന് മനസ്സിലാക്കി തരിക മാത്രമായിരുന്നു. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും വീഡിയോ കണ്ടതിന് നന്ദി, നമസ്കാരം.